മാസപ്പടി കേസിലേക്കാണ് ഇ.ഡി. ഇന്നു മുതൽ പ്രതികളെല്ലാം ചോദ്യം ചെയ്തു തുടങ്ങും. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത ഇന്ന് ഹാജരാകും. വീണ ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. എ.ടി. അശ്വതി ഒരിക്കൽ കൂടി ചേരുകയാണ്. അശ്വതി, ഇ.ഡി. പണി തുടങ്ങിക്കഴിഞ്ഞു. ഒരറ്റം മുതൽ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നു. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുന്നത് നാളെ. സ്വപ്ന, തീർച്ചയായും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിലെ പ്രതികളെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. നേരത്തെ തന്നെ പ്രതിപട്ടികയിലുള്ള ആളുകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ വീണ വിജയൻ നേരത്തെ ഹാജരാകാൻ വിസമ്മതിച്ചിരുന്നു. അതിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം വീണ ഹാജരാകാതിരുന്നത്. മാത്രമല്ല, ഇതിന്റെ തെളിവുകളെല്ലാം തന്നെ ഈ ഡോക്യുമെന്റുകളടക്കം അഭിഭാഷകൻ മുഖേന കൊടുത്തയക്കാം എന്നതായിരുന്നു. പക്ഷേ അക്കാര്യം ഇ.ഡി. അംഗീകരിച്ചില്ല. അങ്ങനെയാണ് മറ്റൊരു ദിവസം വീണ വിജയന് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത, ഈ CMRL കമ്പനിയുടെ ബോർഡ് അംഗം കൂടിയാണ്. ശരൺ എസ് കർത്തയാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഇതുവരെ ശരൺ എസ് കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസമാണ് ശശിധരൻ കർത്തയെ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന് ചില ആരോഗ്യ കാരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഹാജരാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ശശിധരൻ കർത്തയ്ക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ശരൺ എസ് കർത്ത ഹാജരാകും. ശരൺ എസ് കർത്തയോട് പ്രധാനമായും ഈ CMRLന്റെ പണമിടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇ.ഡി. ചോദിക്കുക. നേരത്തെ തന്നെ റെയ്ഡിൽ ഇ.ഡി. ചില ഡോക്യുമെൻറ്റുകളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ പിടിച്ചെടുക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, ഈ ഇ.ഡി. അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രൊസീജിയർ എല്ലാം നടക്കുന്നത്. പക്ഷേ അതിനെതിരായി, ആ ഹൈക്കോടതി ഉത്തരവിന് എതിരായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനകൾ കൂടി നടക്കുന്നുണ്ട്. എന്തായാലും അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അടുത്ത ദിവസം വീണ വിജയൻ അടക്കം ഹാജരാകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. സ്വപ്ന, മാസപ്പടി കേസിൽ ഇ.ഡിയുടെ ചോദ്യം ചെയ്യൽ തുടർന്നു. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത ഇന്നിപ്പോൾ ഹാജരാകും. അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുന്നത് നാളെയാണ്.